വരെ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിചിന്തനം ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തിരുമുഖത്തെ വണങ്ങുന്നവർക്ക് അത് കിട്ടും, തിരുമുഖത്തെ വണങ്ങുന്നവർക്ക് ഇത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ്, എങ്ങനെയാണ് തിരുമുഖത്തെ വണങ്ങേണ്ടത്? അല്ലേ, നമ്മൾ തിരുമുഖത്തെ വണങ്ങേണ്ടത് എങ്ങനെയാണ്? വിളക്കന്നൂര് പോയി ഫോട്ടോ എടുത്തിട്ടാണോ? എങ്ങനെയാണ് തിരുമുഖ ഭക്തി പരിശീലിക്കേണ്ടത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളോടാണ് ഈശോ തിരുമുഖ ഭക്തിയെ കുറിച്ച് സംസാരിച്ചതായി സഭാചരിത്രത്തിലുള്ളത്. അതിൽ ഒരാളുടെ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തുടങ്ങി. മറ്റൊരാളുടെ ഒരു വാഴ്ത്തപ്പെട്ട ഒരു കന്യാസ്ത്രീയുടെ കാര്യം ഇന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് തിരുമുഖത്തെ വണങ്ങേണ്ടത് എന്നതിൻ്റെ ഒരു ഗോൾഡൻ ആരോ പ്രയർ ഈശോ എളുപ്പമായിട്ടുള്ള വലിയൊരു കാര്യമൊന്നുമില്ല, എളുപ്പമുള്ളൊരു പ്രയറാണ്. ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും ആരാധ്യവും എന്ത് പ്രാർത്ഥനയാണ് ഈ തിരുമുഖത്തെ നോക്കി ചൊല്ലേണ്ടത് എന്നാണ് ഈ സിസ്റ്റർ മേരി ഓഫ് സെന്റ് പീറ്ററിനോട് മാർച്ച് മാസം 12-ാം തീയതി 1844 മാർച്ച് മാസം 16-ാം തീയതി സിസ്റ്റർ മേരിയോട് ഈശോ പറഞ്ഞു, ഓ ദൈവദൂഷണത്തിന് പ്രാശ്ചിത്തമായി ദൈവനാമം സുസ്ത്യർഹമാണെന്ന് ഒരിക്കലെങ്കിലും പറയുന്നതിലൂടെ നീ എത്ര വലിയ യോഗ്യതയാണ് നേടുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആളുകൾ ചെയ്യുന്ന ദൈവദൂഷണത്തിന് പരിഹാരമായി നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവദൂഷണത്തിന് പരിഹാരമായി നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ദൈവനാമം സുസ്ത്യർഹമാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ടാണ് യേശുനാമ പ്രാർത്ഥനയും തിരുമുഖ ഭക്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് അച്ഛൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചത്. ദൈവനാമം പരിശുദ്ധമാണ്, ദൈവനാമം പരിശുദ്ധമാണ് എന്ന് ഈശോയുടെ തിരുമുഖത്തെ നോക്കി പറയുക, അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ച് പറയുന്നത് വഴി നമ്മൾ തിരുമുഖ ഭക്തിയാണ് അഭ്യസിക്കുന്നത്. ഈശോയെ എന്ന് വിളിക്കുന്നത് വഴി നമ്മൾ ഒരാളുടെ പേര് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണുള്ളത്? ഒരാളുടെ പേര് വിളിക്കുമ്പോൾ അച്ഛനെ അമ്മിച്ച് അച്ഛനെ വിളിക്കുകയാണെന്ന് വിചാരിക്കേ, ആപ്സമ്മോനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണെന്ന് വിചാരിക്കേ. അമ്മിച്ചയുടെ മനസ്സിൽ ആരുടെ മുഖമാണുള്ളത്? അച്ഛൻ്റെ ചേട്ടന്റെ മുഖം മനസ്സിൽ വെച്ചിട്ടാണോ അച്ഛൻ്റെ മുഖം വിളിക്കുന്നത്? അല്ലെ, ആണോ? അച്ഛൻ്റെ ചേട്ടന്റെ പേര് ഫ്രാൻസിൻ അച്ഛൻ എന്നാണ്, തൊട്ടുമൂത്ത ചേട്ടനും അച്ഛനാണ്. അപ്പൊ ചില നേരത്തെ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ആള് മാറിപ്പോവും, അത് കുഴപ്പമില്ല. അപ്പോ അച്ഛന്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത് ആരുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ടാണ്? ക്ലിയർ ആയില്ലേ? ഇനി നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ പേര് വിളിക്കുമ്പോ ആരുടെ മുഖമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? ആരുടെ പേരാണ് വിളിക്കുന്നത് അയാളുടെ മുഖമാണ്, അല്ലേ? ഒരാളുടെ മുഖം മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരാളുടെ പേര് വിളിക്കോ? ഇല്ല. ഓക്കെ, അപ്പോൾ തിരിച്ചു വരിക. ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആരുടെ മുഖമാണുള്ളത്? തിരുമുടി സ്വരത്തിൽ പറ. അങ്ങനെ തന്നെ ആണോ? അല്ലെങ്കിൽ ഇന്ന് തുടങ്ങി അത് തിരുത്തണം. നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഈശോയുടെ മുഖമാണ് മനസ്സിലുണ്ടാകേണ്ടത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. അല്ലാതെ നമ്മൾ ഈശോയെ എന്ന് വിളിക്കുമ്പോ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ മുഖമല്ല ഉണ്ടാവുന്നത്. എൻ്റെ വീട് പണി, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, എൻ്റെ കൊച്ചിൻ്റെ ജോലി എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് ആരുടെ പേര് വിളിക്കുന്നത്. അത് അവസാനിപ്പിക്കണം, അല്ലേ? അത് അവസാനിപ്പിച്ചിട്ട് ഈശോയുടെ മുഖം തന്നെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം ഈശോയെ എന്ന് വിളിക്കാൻ. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പൊ അടുത്തത്, തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന രണ്ട് പാപങ്ങൾ നമ്മൾ പറഞ്ഞു. ദൈവദൂഷണവും ഞായറാഴ്ച അശുദ്ധിയുമാണെന്ന് ഈശോ മറിയത്തോട് പറഞ്ഞു. ഗോൾഡൻ ആരോ എന്ന പ്രാർത്ഥന ചൊല്ലുന്നവർ തൻ്റെ ഹൃദയത്തെ തന്നെ സന്തോഷത്തോടെ കുത്തിത്തുറക്കുമെന്നും പാപികളുടെ ദ്രോഹത്താൽ തനിക്കേറ്റ മുറിവുകൾ സുഖപ്പെടുത്തുമെന്നും ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. സന്തോഷത്തോടെ മുറിവേറ്റ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പാപികളുടെ മാനസാന്തരത്തിനായുള്ള കൃപയുടെ പ്രവാഹങ്ങൾ അവൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഗോൾഡൻ ആരോ പ്രയർ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോ. ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും ആരാധ്യവും അഗ്രാഹ്യവും അവാജ്യവുമായ ദൈവത്തിന്റെ നാമം ഇല്ലേ? തിരുമലബാർ കുർബാനയിലെ പ്രാർത്ഥന പോലെയാണ്. എന്താണ്? ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും ആരാധ്യവും അഗ്രാഹ്യവും അവാജ്യവുമായ ദൈവത്തിന്റെ നാമം. അച്ഛനൊന്ന് പറഞ്ഞു പോവാം. ഈശോയുടെ നാമം പരിശുദ്ധ നാമമാണ്. എന്തുകൊണ്ടാണ് ഈശോയുടെ നാമം പരിശുദ്ധ നാമമായത്? ഈശോ പരിശുദ്ധനായതുകൊണ്ടാണ്. പോയിട്ട് കൊന്ത പിടിച്ചു, കൈയടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാമം പരിശുദ്ധമായ നാമമാകണമെങ്കിൽ എന്തു വേണം? നമ്മള് പരിശുദ്ധരാകണം. കിട്ടിയോ? നമ്മൾ കള്ളുകുടിച്ച് നടക്കുന്ന നമ്മുടെ നാമത്തെ, നമ്മൾ കള്ളുകുടിച്ച് നടക്കുന്ന തോമസ് ഏട്ടനാണെന്ന് വിചാരിക്കേ. ആ തോമസ് ഏട്ടനെ ആളുകൾ എന്തെന്ന് പറയും? പരിശുദ്ധ നാമമുള്ള തോമസ് ഏട്ടൻ എന്ന് പറയോ? പിന്നെന്ത് പറയും? കള്ളുകുടിയനായ ആ കള്ളുകുടിയനും. പിന്നെ ബാക്കി എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളതൊക്കെ പറയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ആ തല്ലു പിടിക്കുന്നവനും ആ ബഹളം ഉണ്ടാക്കുന്നവനും ആ കലഹപ്രിയനും ഒക്കെ ആയിട്ടുള്ള അയാള് നമ്മുടെ പേര് എന്ന് പറയും. നമ്മുടെ ഈശോയുടെ നാമം പരിശുദ്ധമാണ്, കാരണം ഈശോ പരിശുദ്ധനാണ്. അപ്പോൾ ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും മലിനമില്ലാത്തതാണ് ഈശോയുടെ നാമം. കാരണം ഈശോയിൽ എന്തില്ല? മാലിന്യമില്ല. 3, ആരാധ്യമാണ് ഈശോയുടെ നാമം. എന്തുകൊണ്ടാണ് ഈശോയുടെ നാമം ആരാധ്യമാകുന്നത്? എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ആരാധനയ്ക്ക് യോഗ്യനാകുന്നത്? പരിശുദ്ധനായതുകൊണ്ട് എന്നതിനേക്കാൾ ആരാണ് ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളത്? ദൈവം ഒരാളല്ലാതെ വേറൊരാളും ആരാധനയ്ക്ക് യോഗ്യനല്ല. അപ്പോൾ ഈശോയുടെ നാമം ആരാധ്യമാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് ദൈവമാണ്. ഓക്കെ. 3, അഗ്രാഹ്യമാണ്. അതായത് എനിക്കിത് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഞാൻ 100 അല്ല, 1000 അല്ല, 10000 അല്ല, ലക്ഷക്കണക്കിന് പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കുമ്പോഴും ആ നാമത്തിൽ ഉള്ളത് മുഴുവൻ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അഗ്രാഹ്യമാണ്, അവാജ്യവും. എനിക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ജനുവരി മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള എല്ലാ വ്യാഴാഴ്ചകളിലും അച്ഛൻ ആവിലയിൽ പ്രഘോഷിച്ചത് യേശുനാമത്തെ കുറിച്ചാണ്. യേശുനാമത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിൻ്റെ ഒരു 10-25 പ്രഭാഷണങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അത് തീർന്നിട്ടില്ല. ഇപ്പോഴടുത്തെങ്ങും തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിരിക്കുക. അവാജ്യമാണ്. യേശുനാമത്തെ കുറിച്ച് പറഞ്ഞ് അത് തീരില്ല. അപ്പോൾ ആ നാമം അവാജ്യമാണ്. എന്നിട്ട് പറയാണ് അവാജ്യവുമായ ദൈവത്തിന്റെ നാമം. ഈശോയുടെ നാമം ദൈവനാമം. അപ്പോൾ ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും ആരാധ്യവും അഗ്രാഹ്യവും അവാജ്യവുമായ ദൈവത്തിന്റെ നാമം എന്നേക്കും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളാലും അൾത്താരയിലെ പരിശുദ്ധ കൂദാശയിലെ
ഈശോയുടെ തിരുഹൃദയത്താലും സ്തുതിക്കപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ, സ്നേഹിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ഇതാണ് ഗോൾഡൻ ആരോ പ്രയർ. ഒറ്റ സെന്റൻസാണ്. എന്താണ് ഒറ്റ സെന്റൻസ്? ഒറ്റ അമ്പെയ്ത്താന്ന് പറയില്ലേ, അമ്പൊരൊറ്റ വീടലാണ്. എന്താണ് ഒറ്റ? ഒന്ന് സ്തുതിച്ചേ, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതി സ്തുതി സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും ആരാധ്യവും അഗ്രാഹ്യവും അവാച്യവുമായ ദൈവത്തിൻ്റെ നാമം എന്നേക്കും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടികളാലും അൾത്താരയിലെ പരിശുദ്ധ കൂദാശയിലെ ഈശോയുടെ തിരുഹൃദയത്താലും സ്തുതിക്കപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ, സ്നേഹിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളാലും സ്തുതിക്കപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ, സ്നേഹിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. എൻ്റെ ഹൃദയത്തിലുള്ള പ്രാർത്ഥനയാണ്. ദൈവനാമം സ്തുതിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ, സ്നേഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? ആഗ്രഹമുള്ളവർക്കേ ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റുകയുള്ളൂ. എന്താണ് ആഗ്രഹം? ദൈവനാമം എല്ലാ സൃഷ്ടികളാലും, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ സൃഷ്ടികളാലും സ്നേഹിക്കപ്പെടണം, ആരാധിക്കപ്പെടണം, സ്തുതിക്കപ്പെടണം, മഹത്വപ്പെടണം. അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ, നിങ്ങളുടെ ആദ്യത്തെ 7 ആഗ്രഹങ്ങൾ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം വരാറുണ്ടോ? ഇല്ല, അല്ലേ? ഈശോയെ എല്ലാവരും അറിയണം എന്ന് എല്ലാ ദിവസവും ആഗ്രഹിക്കുന്നവരൊന്ന് കൈവയ്ക്കേ. വെരി ഗുഡ്. ഈശോയെ എല്ലാവരും സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആഗ്രഹം എന്താണ്? എല്ലാവരും ഈശോയെ സ്നേഹിക്കണം. ഓക്കെ, വെരി ഗുഡ്. കുറേ പേര് കൈവക്കിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി. ഇത്രയും പേർക്ക് ഇത്രയും നല്ലൊരു ആഗ്രഹം ഈ ചെമ്പേരിക്കാർക്കുണ്ട് എന്നറിയുന്നതിൽ വളരെ നല്ല. ഇത് പരിശുദ്ധ പിതാവിന് പ്രത്യേകം എഴുതി അറിയിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ, അല്ലേ? എല്ലാവരും ഈശോയെ അറിയണം എന്ന് നമുക്ക് ആഗ്രഹം. എല്ലാവരും ഈശോയെ സ്നേഹിക്കണം, എല്ലാവരും ഈശോയെ മഹത്വപ്പെടുത്തണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഇല്ലാത്തവരൊക്കെ അത് ഉണ്ടാകട്ടെ. അങ്ങനെ ആഗ്രഹിച്ചിട്ട് നമ്മൾ എന്ത് പറയുകയാണ്? ആ ആഗ്രഹമാണ് പ്രാർത്ഥനയാക്കി മാറ്റുന്നത്. എന്താണ്? ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും പരിശുദ്ധവും നിർമ്മലവും ആരാധ്യവും അഗ്രാഹ്യവും അവാച്യവുമായ ദൈവത്തിന്റെ നാമം എന്നേക്കും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും ദൈവത്തിന്റെ എല്ലാ സൃഷ്ടികളാലും അൾത്താരയിലെ പരിശുദ്ധ കൂദാശയിലെ ഈശോയുടെ തിരുഹൃദയത്താലും സ്തുതിക്കപ്പെടട്ടെ, വാഴ്ത്തപ്പെടട്ടെ, സ്നേഹിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ, മഹത്വപ്പെടട്ടെ. അൾത്താരയിലെ ഈശോയുടെ പരിശുദ്ധ കൂദാശയിലെ ഈശോയുടെ തിരുഹൃദയത്തിൽ ദിവ്യകാരുണ്യത്തിൽ പ്രിയപ്പെട്ടവരെ എന്താണുള്ളത്? ഈശോയുടെ തിരുഹൃദയമാണുള്ളത്. ദിവ്യകാരുണ്യം എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സമയങ്ങളിലെല്ലാം ഇത് പരിശോധിച്ചവർ പറഞ്ഞത് ഇത് ഹൃദയത്തിന്റെ കോശങ്ങളാണെന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ദിവ്യകാരുണ്യം ഈശോയുടെ തിരുഹൃദയമാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുഹൃദയത്തിൽ
ആ നാമം വാഴ്ത്തപ്പെടട്ടെ, സ്തുതിക്കപ്പെടട്ടെ, ആരാധിക്കപ്പെടട്ടെ. അതാണ് പ്രിയപ്പെട്ടവരെ ഗോൾഡൻ ആരോ പ്രയർ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റർ മേരി ഓഫ് സെന്റ് പീറ്ററിന്റെ പ്രാർത്ഥനയാണ്. കർമ്മലീത്ത സഭയിലെ മിണ്ടാമഠത്തിലെ OCD മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീയായിരുന്ന സിസ്റ്ററിന്റെ പ്രാർത്ഥനയാണ്. ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അത് എന്നാണ് ഈ തിരുമുഖത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാണ്. ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റിയാൽ അച്ഛനൊരു സമ്മാനം തരാം. തിരുമുഖത്തിന്റെ തിരുനാൾ എന്നാണ് ആഘോഷിക്കുന്നത്? പറഞ്ഞോ. ചേച്ചിന് സമ്മതിക്കണമല്ലോ. ചൊവ്വാഴ്ച. കറക്റ്റാണ്. വാ ഒരു സമ്മാനം തരട്ടെ. ഈ ചേച്ചിക്ക് തന്നെയാണോ നേരത്തെ കിട്ടിയത്? അല്ല, വാ. ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു? ഹല്ലേലൂയ, വെരി ഗുഡ്. തിരുമുഖത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ടവരെ കരിക്കുറി ബുധനാഴ്ചയുടെ. നിങ്ങൾ പറയും കരിക്കുറി തിങ്കളാഴ്ച അല്ലേ? അതിപ്പോ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ല, അതവിടെ നിൽക്കട്ടെ. കരിക്കുറി ബുധനാണോ തിങ്കളാണോ എന്ന് അവിടെ നിൽക്കട്ടെ. കരിക്കുറി ബുധനാഴ്ച നമ്മുടെ ആഗോള കത്തോലിക്ക സഭയിൽ അത് ആഷ് വെനസ്ഡേ ആണ്. അപ്പോൾ സീറോ മലബാർ സഭയിൽ അത് തിങ്കളാഴ്ചയാണ് ആരംഭിക്കുന്നത്. അതിന്റെ കാരണം തിങ്കളാഴ്ച ആരംഭിച്ചാലാണ് നമുക്ക് ഈസ്റ്റർ ആകുമ്പോഴേക്കും 50 ദിവസം ആകുള്ളൂ. അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ആഷ് വെനസ്ഡേയുടെ കരിക്കുറി ബുധനാഴ്ചയുടെ തലേ ദിവസം ചൊവ്വാഴ്ച, അതിനെ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് ഷ്രോവ് ട്യൂസ്ഡേ എന്നാണ് അതിനെ പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന്റെ പേര് അങ്ങനെയാണ്, ലാറ്റിനിൽ അങ്ങനെയാണ് അതിന്റെ പേര്. ഷ്രോവ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞ് പാപങ്ങൾ കഴുകിക്കളയുന്ന ദിവസം എന്നാണ് ആ ദിവസത്തിന്റെ പേര്. എന്താണ് ആ ദിവസത്തിന്റെ പേര്? പാപങ്ങൾ കഴുകിക്കളയുന്ന ദിവസം. പീഡകൾ സഹിച്ച ഈശോയുടെ തിരുമുഖം ധ്യാനിച്ചുകൊണ്ട് വേണം നമ്മൾ നൊയമ്പ് കാലത്തേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് കരിക്കുറി ബുധനാഴ്ചയുടെ തലേ ദിവസം ഒരു തിരുനാൾ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. 1958 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് ഈ തിരുനാൾ സ്ഥാപിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഔദ്യോഗികമായി വിളക്കന്നൂര് തിരുമുഖ ഭക്തി ആരംഭിച്ചിട്ട് ഇപ്പൊ ആദ്യത്തെ തിരുനാൾ വന്നിട്ടില്ല അല്ലേ? അപ്പോൾ വരാൻ പോകുന്നുള്ളൂ. നമ്മളിത് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. 1938 അച്ഛൻ അതിന്റെ ചരിത്രം പറയാൻ പോവാണ്. വാഴ്ത്തപ്പെട്ട മരിയ പിയേറിനോട്, ഒരു സിസ്റ്റർ ആയിരുന്നു, അവരെ വാഴ്ത്തപ്പെട്ടവരായിട്ട് 2010 പ്രഖ്യാപിച്ചത്. ഈ സിസ്റ്ററിനോട് ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് 1938 ഈശോ തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ സിസ്റ്റർ അത് പോപ്പിനെ അറിയിച്ചു. അങ്ങനെ 12-ാം പിയൂസ് പാപ്പ ഈ തിരുനാൾ സ്ഥാപിച്ചു. ഹല്ലേലൂയ. 2010 മെയ് മാസം 30-ാം തീയതിയാണ് ഈ സിസ്റ്ററിനെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചത്. സിസ്റ്റേഴ്സിന് വേണ്ടി പറയാണ്. കോൺഗ്രിഗേഷന്റെ പേര് ഡോക്ടേഴ്സ് ഓഫ് ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സന്യാസിനി സമൂഹത്തിലെ അംഗമായിരുന്നു ഈ സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ബ്ലെസഡ് മരിയ പിയേറിന എന്ന് പറയുന്ന ഇറ്റലിക്കാരത്തിയെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സിസ്റ്റർ മേരി ഓഫ് സെന്റ് പീറ്റർ എന്ന് പറയുന്ന ഫ്രാൻസിലെ ഒരു OCD സിസ്റ്ററിനെ കുറിച്ചാണെങ്കിൽ ഇന്ന് പറയുന്നത് ബ്ലെസഡ് മരിയ പിയേറിന എന്ന് പറയുന്ന ഒരു ഇറ്റലിക്കാരത്തെ സിസ്റ്ററിനെ കുറിച്ചാണ്. ഈശോയുടെ തിരുമുഖ ഭക്തിക്ക് വളരെ പ്രചാരം കിട്ടിയിരുന്ന ഒരു കാലത്താണ് ഈ സിസ്റ്റർ ജനിച്ചിട്ട് 1914, അതായത് 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് തന്റെ 24-ാമത്തെ വയസ്സിൽ സിസ്റ്റർ വ്രതവാഗ്ദാനം നടത്തി.
1936 നൊയമ്പ് കാലത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ഈശോ ഈ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ശ്രദ്ധിക്കുക, എന്റെ ആത്മാവിന്റെ അത്യഗാധമായ വേദനകളും എന്റെ ഹൃദയത്തിന്റെ സഹനവും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന എന്റെ മുഖം കൂടുതൽ ആദരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മുഖത്തെ ധ്യാനിക്കുന്നവർ എന്നെ ആശ്വസിപ്പിക്കുന്നു. കൈയടിച്ച് നന്ദി പറയാം. അപ്പോൾ ഈശോ പറഞ്ഞ ആ കാര്യം നമുക്കൊന്ന് ആവർത്തിച്ച് പറയാം. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടോ നേറ്റ് പറഞ്ഞ്, എന്റെ ആത്മാവിന്റെ അത്യഗാധമായ വേദനകളും എന്റെ ഹൃദയത്തിന്റെ സഹനവും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന എന്റെ മുഖം കൂടുതൽ ആദരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മുഖത്തെ ധ്യാനിക്കുന്നവർ എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. അച്ഛനാ പറഞ്ഞ വാക്കുകൾ, ഈശോയുടെ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് എടുത്ത് പറയാൻ പോവാണ്. എന്റെ ആത്മാവിന്റെ അത്യഗാധമായ വേദനകള്. പ്രിയപ്പെട്ടവരെ, തിരുവോസ്തിയിൽ പതിഞ്ഞ തിരുമുഖത്തില് നമ്മൾ ധ്യാനിക്കുന്നത് എന്താണെന്നറിയാവോ? ഈശോയുടെ ആത്മാവിൻ്റെ അത്യഗാധമായ വേദനകൾ. നിങ്ങളൊരു 10 മിനിറ്റ് നേരം ആ തിരുവോസ്തിയിലെ തിരുമുഖത്തെ ഒന്ന് നോക്കി ഒന്ന് ഇരുന്നേ. ആ തിരുമുഖത്തില് അച്ഛൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ അങ്ങനെ ഇരുന്നു. ആ തിരുമുഖത്തിലെ ഈശോയുടെ ആത്മാവിന്റെ അത്യഗാധമായ വേദനകളുണ്ട്, ഇല്ലേ? നിങ്ങൾ കണ്ടോ? കണ്ടു. ഈശോയുടെ ആത്മാവിന്റെ അത്യഗാധമായ വേദനകള്, എന്റെ ഹൃദയത്തിന്റെ സഹനം മുഖത്ത് കണ്ടില്ലേ? കാണുന്നില്ലേ? ഈശോയുടെ തിരുമുഖത്ത് ഈശോയുടെ ഹൃദയത്തിന്റെ സഹനമുണ്ട്, ആത്മാവിന്റെ വേദനയുണ്ട്. ആത്മാവിന്റെ വേദന ഒരു വശത്ത്, ഹൃദയത്തിന്റെ സഹനവും സ്നേഹവും. ആ മുഖത്ത് ഒരു കരുണ കണ്ടില്ലേ? കണ്ടോ? കണ്ടോ? കണ്ടു. അപ്പോ ഈശോയുടെ സഹനം കണ്ടു, ഈശോയുടെ സ്നേഹം കണ്ടു. അപ്പോ ആത്മാവിന്റെ വേദനകളും ഹൃദയത്തിന്റെ സഹനവും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന എന്റെ മുഖം കൂടുതൽ ആദരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ ആഗ്രഹത്തിന്റെ, പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ആഗ്രഹത്തിന്റെ വെളിപ്പെടുത്തലാണ് ദിവ്യകാരുണ്യ തിരുമുഖത്തിന്റെ അത്ഭുതം എന്ന് പറയുന്നത്, അടയാളം എന്ന് പറയുന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അച്ഛൻ എന്തിനാണ് ഇത് പറയുന്നതെന്നറിയാവോ? നമ്മൾ തിരുവോസ്തിയിൽ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടു, അതിനെ നമ്മൾ വണങ്ങുമ്പോൾ ഇതിന്റെ പിറകിലുള്ള, ഈ സംഭവം നടക്കുന്നതിന്റെ പിറകിലുള്ള ചരിത്രവും ഈശോയുടെ വെളിപ്പെടുത്തലുകളും അറിഞ്ഞിട്ട് ആ തിരുമുഖത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സില് ഉയരുന്ന, നമുക്ക് ലഭിക്കുന്ന ആത്മീയ പ്രചോദനങ്ങൾക്ക് വേറെ ലെവലുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈശോയുടെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ഓർത്തെടുത്തേ. ആത്മാവിന്റെ അത്യഗാധമായ വേദനകള്, ഹൃദയത്തിന്റെ സഹനവും സ്നേഹവും പ്രതിഫലിപ്പിക്കുന്ന എന്റെ മുഖം. ആ മുഖമാണ് പ്രിയപ്പെട്ടവരെ ബന്ധിതനായ ഈശോയുടെ മുഖം. ആ മുഖമാണ് തിരുവോസ്തിയിലെ മുഖം. ഒരു സംശയമില്ല, നമുക്ക് അങ്ങനെ തന്നെയാണ്. ഈശോ ഇതിൽ പറഞ്ഞതുപോലെ 1936 ഈശോ സിസ്റ്റർ
മരിയ പിയറിനൊക്കെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ മുഖം കൂടുതൽ ആദരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ മുഖത്തെ ധ്യാനിക്കുന്നവർ എന്നെ ആശ്വസിപ്പിക്കുന്നു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, എന്റെ മുഖത്തെ ധ്യാനിക്കുന്നവർ എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ മുഖത്തെ ധ്യാനിക്കുന്നവർ എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഈ സിസ്റ്ററിന് ഈശോയും മാതാവും കൂടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, തിരുമുഖത്തിന്റെ ഒരു മെഡൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് മെഡൽ ഉണ്ടാക്കേണ്ടത്? അപ്പൊ അന്ന് ടൂറിനിലെ തിരുക്കച്ചയിലുള്ള ഈശോയുടെ തിരുമുഖത്തിന്റെ ഫോട്ടോ വെച്ച് ഒരു മെഡൽ ഉണ്ടാക്കി 1940. അതിനെയാണ് പറയുന്നത് ഹോളി ഫേസ് മെഡൽ, തിരുമുഖ മെഡൽ എന്ന് പറയുന്നത്. നമ്മൾ ലോക്കറ്റ് എന്ന് പറയുന്ന സംഭവമില്ലേ, ഒരു മെഡൽ ഉണ്ടാക്കി, ഒരു ലോക്കറ്റ് ഉണ്ടാക്കി തിരുമുഖത്തിന്റെ. അതിലൊരു വശത്ത് തിരുക്കച്ചയിലെ ഈശോയുടെ മുഖം, എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ഓ ലോർഡ് ലെറ്റ് ദ ലൈറ്റ് ഓഫ് ദൈ കൗണ്ടനൻസ് ഷൈൻ അപ്പോൺ us. കർത്താവേ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ഈശോയുടെ തിരുമുഖത്തെ നോക്കി പറയാണ്, ഈശോയുടെ തിരുമുഖത്തിൽ എന്തുണ്ട്? പ്രകാശമുണ്ട്. ഈശോയെ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ഈശോയുടെ പ്രകാശം വീണ് 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 നമ്മുടെ മുഖത്തിന് എന്ത് സംഭവിക്കും? അത് പ്രകാശിക്കും. ഇന്നലെ അച്ഛൻ ആവിലയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇന്നലെ ആവിലയിൽ ഉണ്ടായിരുന്നവരൊന്ന് കൈവക്കേ. ഓക്കെ, ഓൺലൈനിൽ കൂടിയവരൊന്ന് കൈവക്കേ. ഓക്കെ, മോശയുടെ മുഖം എപ്പോഴാണ് പ്രകാശിച്ചത്? മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ. എത്ര പ്രാവശ്യം മോശ ഈ മലയില് 40 ദിനരാത്രങ്ങൾ കിടന്നു എന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. 3 പ്രാവശ്യം. 3 പ്രാവശ്യം ഈ മലമുകളിൽ മോശ 40 ദിനരാത്രങ്ങൾ ചെലവഴിച്ചു. എന്നിട്ട് 3-ാമത്തെ പ്രാവശ്യം ഇറങ്ങി വരുമ്പോഴാണ് മുഖം പ്രകാശിച്ചത്. ഹല്ലേലൂയ. അതായത് 120 ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുമ്പോഴാണ് മുഖം പ്രകാശിച്ചത്. 40 രാവും 40 പകലും വെച്ച് 3 പ്രാവശ്യം. ഹല്ലേലൂയ. നമുക്കും അറിയാം പ്രാർത്ഥന കഴിയുമ്പോൾ മുഖം പ്രകാശിക്കുമെന്ന്. നമ്മൾ 40 ദിവസം അല്ല 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് നോക്കും. കുഴപ്പമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുകയാണ്, ഈ മെഡലിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. ചെന്റെ ഒരു പാട്ട് എങ്ങനെയുണ്ട്? നിൻമുഖ കാന്തി ഞാൻ നോക്കിയിരിക്കും, നിൻ ശോഭയിൽ ഞാൻ പ്രകാശമാകും. നിൻമുഖ കാന്തി ഞാൻ നോക്കിയിരിക്കും, നിൻ ശോഭയിൽ ഞാൻ പ്രകാശമാകും. നീയാമുന്മയും നിന്നിലെ നന്മയും രുചിച്ചറിയുന്നതൻ ഭാഗ്യം. ഹല്ലേലൂയ. എന്താണ് നോക്കിയിരിക്കും എന്ന് പറഞ്ഞത്? നിൻമുഖ കാന്തി ഞാൻ നോക്കിയിരിക്കും. ഈശോയെ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. പറഞ്ഞേ, ഈശോയെ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ പ്രാർത്ഥന എപ്പോഴെങ്കിലും ഒന്ന് എഴുതി വെക്കണം. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്താണ് ഈശോയെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ തിരുമുഖത്തിന്റെ പിക്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ എഴുതി വെക്കാവുന്നതാണ്. ഈശോയെ, അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം എൻ്റെ മേൽ പ്രകാശിക്കട്ടെ എന്ന്.
അങ്ങനെ പറഞ്ഞ് ഈശോയുടെ മുഖത്തിലുള്ള പ്രകാശം നമ്മുടെ മുഖത്തിലുള്ള പ്രകാശമാക്കി മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ മുഖത്തിലുള്ള പ്രകാശം നമ്മുടെ മുഖത്തെ പ്രകാശമാക്കി മാറ്റണം. ഈശോയുടെ ഗ്ലാമർ ആരുടെ ഗ്ലാമർ ആക്കി മാറ്റണം? നിങ്ങളൊന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ്, ഈശോയുടെ ഗ്ലാമർ എന്റെ ഗ്ലാമർ ആകണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മദർ തെരേസയുടെ മുഖത്തുള്ള ഗ്ലാമർ ആരുടെ ഗ്ലാമറാണ്? അല്ലേ? ഫ്രാൻസിസ് അസീസിയുടെ മുഖത്തുള്ള ഗ്ലാമർ ആരുടെ ഗ്ലാമറാണ്? മദർ തെരേസയുടെ മുഖത്തുള്ള ഗ്ലാമറിന്റെ കാര്യം നമുക്കറിയാലോ, അല്ലേ? ഒരു വിണ്ടുണങ്ങിയ വരണ്ടുണങ്ങിയ പാടം പോലെ വിണ്ടു കീറി കിടക്കുന്ന മുഖത്തിന്റെ ചർമ്മങ്ങളുള്ള മുഖത്തിന് എന്തുണ്ട്? ഗ്ലാമറുണ്ട്. ആരുടെ ഗ്ലാമറുണ്ട്? ഈശോയുടെ ഗ്ലാമറുണ്ട്. ഹല്ലേലൂയ. അപ്പോ അതാണ് ഈ പ്രാർത്ഥന. മെഡലിന്റെ ഒരു വശത്ത് ഈശോയുടെ തിരുമുഖവും, ഈശോയെ അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥനയും, മറുവശത്ത് പ്രകാശിക്കുന്ന തിരുവോസ്തി, അതിൽ IHS എന്ന് എഴുതിയിട്ടുണ്ട്. IHS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈശോ മറിയ ഔസേപ്പ, എന്റെ ഔസേപ്പേ. IHS എന്ന് പറഞ്ഞാൽ ഈശോ മറിയ ഔസേപ്പ് എന്നല്ല, രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, യേസൂസ് എന്ന് എഴുതുന്ന ആ വാക്കിന്റെ ആ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരങ്ങളാണ്. മറ്റൊന്ന് ജീസസ് ഹ്യൂമൻ സേവിയർ എന്ന് ലാറ്റിനിൽ എഴുതുമ്പോ ഈശോ മനുഷ്യരക്ഷകൻ എന്ന ആ വാക്കിന്റെ ഒരു ചുരുക്ക രൂപമാണ് IHS. രണ്ടർത്ഥത്തിലും അത് ശരിയാണ്. ഹല്ലേലൂയ. അപ്പോൾ IHS എന്ന് എഴുതിയിട്ട് മനേ നോബിസ്കും ദോമിനെ, നാഥ കൂടെ വസിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയോട് എന്താണ് പറയുന്നത്? നാഥ കൂടെ വസിക്കണമേ. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഈ തിരുമുഖ മെഡലിന്റെ ഒരു വശത്ത് എന്താണുള്ളത്? ഈശോയുടെ തിരുമുഖം. അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് ഈശോയെ, കർത്താവിന് പിന്നെ ചെല്ലാം, ഈശോയെ അങ്ങയുടെ തിരുമുഖത്തിന്റെ പ്രകാശം ഞങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. മറുവശത്ത് IHS എന്ന് എഴുതിയിട്ട് പ്രകാശിക്കുന്ന തിരുവോസ്തിയുടെ നടുക്ക് IHS എന്ന് എഴുതിയിട്ട് നാഥ കൂടെ വസിക്കണമേ. അപ്പൊ ഈ മെഡല് ധരിച്ച് നടക്കുന്നവരുടെ മനസ്സിൽ എന്താ ഉള്ളത്? 2 കാര്യങ്ങളാണ് ഈ മെഡല് ധരിച്ച് നടക്കുന്ന. ഒന്ന്, അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശം എന്റെ മുഖത്ത് പ്രകാശിക്കട്ടെ. 2, നാഥ കൂടെ വസിക്കണമേ. ഈശോ എന്റെ കൂടെ വസിക്കുന്നുണ്ട്. നമ്മൾ ധരിക്കുന്ന മെഡലിന് നമ്മളോട് എന്തോ പറയാനുണ്ട്. നമ്മൾ ധരിക്കുന്ന കുരിശിന് നമ്മളോടെന്തോ പറയാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 12ാമത്തെ വയസ്സിൽ ഈ മേരി പിയേറയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. 12ാമത്തെ വയസ്സിൽ. നമ്മുടെ കൊച്ചുങ്ങൾക്ക് 12ാമത്തെ വയസ്സിൽ ആരാ പ്രത്യക്ഷപ്പെടണമെന്നാവും. എന്തായാലും ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഒരു ദുഃഖ വെള്ളിയാഴ്ച 3 മണി. എല്ലാവരും ഈശോയുടെ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ എന്ത് ചുംബിക്കും? ഈശോയുടെ രൂപം ചുംബിക്കും. എല്ലാവരും ചെന്നിട്ട് കാല് ചുംബിക്കുന്നു. കാലിന്റെ അവിടെയുള്ള, നമുക്ക് ദുഃഖ വെള്ളിയാഴ്ച ആവിലയിൽ ഒരു ശുശ്രൂഷയില്ലേ? അൾത്താരയിൽ കിടത്തിയിരിക്കുന്ന ഈശോയുടെ രൂപം പുറത്തിറക്കി വെക്കുന്നു. അത് നമ്മൾ ചുംബിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ചുംബിക്കുന്നത്, കാല് ചുംബിക്കും, കൈ ചുംബിക്കും. അപ്പൊ ഇങ്ങനെ ചുംബിക്കുന്നത് ഈ കൊച്ചിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഈശോ അവളോട് പറയുകയാണ്. ഈശോ അവളോട് സംസാരിച്ചു. ശ്രദ്ധിക്കണേ. യൂദാസിന്റെ ചുംബനത്തിന് പരിഹാരമായി ആരും എന്റെ മുഖത്ത് ചുംബനം നൽകുന്നില്ല. യൂദാസ് എവിടെ ചുംബിച്ചത്? കയ്യിലാണോ കാലിലാണോ? വന്നിട്ട് കെട്ടിപ്പിടിച്ച് മുഖത്തൊരു ചുംബനം. അപ്പൊ ഈശോ അതെന്ത് ചുംബനമായിരുന്നു?
ആ വഞ്ചനയുടെ ലാഞ്ചനയുള്ള വഞ്ചനയുടെ ലാഞ്ചനയല്ല, വഞ്ചനയുള്ള ചുംബനമായിരുന്നു. അപ്പോൾ ഈശോ യൂദാസിനോട് ചോദിച്ചു, യൂദാസേ, ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? അപ്പോൾ ഈശോ ഈ മരിയ പിയേറിന എന്ന് പറയുന്ന വാഴ്ത്തപ്പെട്ട കന്യാസ്ത്രീയോട് 12ാമത്തെ വയസ്സിൽ സംസാരിച്ചിട്ട് പറയാണ്, യൂദാസിന്റെ ചുംബനത്തിന് പരിഹാരമായി ആരും എൻ്റെ മുഖത്ത് ചുംബനം നൽകുന്നില്ല. ഈശോയുടെ ഒരു സങ്കടമാണ്, എൻ്റെ മുഖത്ത് ആരും ചുംബിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ചുംബനമല്ല വിഷമം ഉണ്ടാവാറുണ്ടോ? അച്ഛനോടൊരു സഹോദരി പറഞ്ഞു, അച്ഛാ, എന്താ ചേച്ചി, എൻ്റെ മുഖത്ത് എൻ്റെ ഭർത്താവ് ചുംബിക്കുന്നില്ല. ശരി, ഇപ്പം എത്ര വയസ്സുണ്ട് ചേച്ചിക്ക്? എനിക്ക് 75. ചേട്ടനോ 80. അച്ഛൻ പറയാം, ചുംബിക്കാൻ പറയും. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ചായ കുടിക്കുന്നിടത്ത് ഒരു മനോഹരമായൊരു ഫോട്ടോ ഉണ്ട്, നിങ്ങൾ വന്നാൽ കാണിച്ചു തരാം. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അച്ഛൻ്റെ അപ്പച്ചൻ 93 വയസ്സുള്ള അപ്പച്ചൻ 87 വയസ്സുള്ള അമ്മച്ചിയെ ചുംബിക്കുന്ന മനോഹരമായ ഒരു ക്ലാസിക്കൽ ഫോട്ടോയാണ്. ആ ഫോട്ടോ കണ്ട ഫോട്ടോഗ്രാഫിക്ക് അവാർഡ് കിട്ടും. അച്ഛനെടുത്ത ഫോട്ടോ. അപ്പൊ ചുംബിക്കുന്ന മനോഹരമായൊരു ഫോട്ടോ ഉണ്ട്. അച്ഛൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലും അത് ഫ്രെയിം ചെയ്ത് അപ്പച്ചൻ്റെ കട്ടിലിൽ അവിടെ ഫ്രെയിം ചെയ്ത് അതിനുശേഷം വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ അമ്മച്ചിയെ 93 വയസ്സുള്ള അപ്പച്ചൻ 87 വയസ്സുള്ള അമ്മച്ചിയെ ചുംബിക്കുന്ന ഫോട്ടോ കണ്ടാൽ കാമുകന്മാർക്ക് പോലും കൊതിയായിപ്പോവും. അതുപോലത്തെ മനോഹരമായ ഫോട്ടോ പലരും വന്നിട്ട് പറയാറുണ്ട്, എന്തൊരു ഭാഗ്യമുള്ള ചേട്ടന്മാര് പറയും, എന്തൊരു ഭാഗ്യമുള്ള അപ്പച്ചൻ. ചേച്ചിമാര് പറയും, എന്തൊരു ഭാഗ്യമുള്ള അമ്മച്ചി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഒരാഗ്രഹമാണ് നമ്മൾ അവിടുത്തെ തിരുമുഖം ചുംബിക്കണമെന്നത്. നമ്മൾ കൊച്ചുങ്ങൾക്ക് ഒരു ഈശോയുടെ ഫോട്ടോ കൊടുക്കുമ്പോ നമ്മൾ ആ കൊച്ചുങ്ങൾ എന്താ ചെയ്യാറ്? ചുംബിക്കാറില്ലേ? പക്ഷെ നമ്മളോ ഒരിത്തിരി റിലക്റ്റന്റ് ആണ്, റൈറ്റ്? കൊച്ചുങ്ങളോട് പറയും, മോനെ ഈശോയ്ക്ക് ഉമ്മ കൊടുക്കും, കൊച്ചുങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അടുത്തത്, പെസഹ വ്യാഴാഴ്ച രാത്രിയിലെ ആരാധനയുടെ സമയത്ത് അവൾ ഒരു സ്വരം കേട്ടു. അവളൊരു നോവിസാണ്. നിങ്ങൾക്കറിയാം, നോവിഷെറ്റ് എന്ന് പറഞ്ഞ സിസ്റ്റർമാര് ഉടുപ്പൊക്കെ ഇടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയമാണ് നോവിഷെറ്റ്. നോവിഷെറ്റിലായിരുന്ന സമയത്ത് അവളൊരു സ്വരം കേൾക്കാണ്, കിസ് മീ. ഈശോ പറയാണ്, അവൾ ഉടനെ തന്നെ ചെന്ന് ഈശോയെ ചുംബിച്ചു. അവൾ എഴുതുകയാണ്, ഈശോയുടെ തിരുമുഖം ജീവനുള്ളതായി അവളുടെ ചുണ്ടുകൾക്ക് അനുഭവപ്പെട്ടു. അവൾ ഈശോയുടെ തിരുമുഖത്തെ, ആ രൂപത്തെ ചുംബിക്കുമ്പോ ഈശോയുടെ തിരുമുഖം ജീവനുള്ളതായി അവളുടെ ചുണ്ടുകൾക്ക് അനുഭവപ്പെട്ടു. ഈശോ അവൾക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ചില സമയങ്ങളിൽ ദുഃഖിതനായി, ചില സമയങ്ങളിൽ ചോര ഒലിക്കുന്നവനായി. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കാനും ത്യജിക്കാനുമുള്ള അവളുടെ ദാഹം അങ്ങനെ വർദ്ധിച്ചു. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ തിരുമുഖത്തെ ധ്യാനിച്ച് ബ്ലെസഡ് മേരി പിയേറിനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് എന്ത് സംഭവിക്കണം എന്നതിന്റെ ഒരു സൂചികയാണ്, ഒരടയാളമാണ്. ഈ തിരുമുഖത്തെ ചോരയൊലിക്കുന്ന ദുഃഖിതനായ ഈശോയെ ഇങ്ങനെ ധ്യാനിച്ചപ്പോ അവളുടെ മനസ്സിൽ ഒരു ദാഹം വർദ്ധിച്ചു. എന്ത് ദാഹമാണ് വർദ്ധിച്ചത്? ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കാനും ത്യജിക്കാനുമുള്ള ദാഹം. അച്ഛന്റെ ചോദ്യം ഒരു വെല്ലുവിളിയാണ്, ചലഞ്ചാണ്. ഹോളി ഫേസ് ചലഞ്ച്. നമ്മൾ ബിരിയാണി ചലഞ്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ബിരിയാണി ചലഞ്ച് അല്ല, ഇത് ഹോളി ഫേസ് ചലഞ്ചാണ്, തിരുമുഖ ചലഞ്ച്. എന്താണ് തിരുമുഖ ചലഞ്ച്?
നീ തിരുമുഖത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ആത്മാക്കൾക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കാനും ത്യജിക്കാനുമുള്ള നിന്റെ ദാഹം വർദ്ധിച്ചോ? ഇല്ല. അപ്പോൾ നമ്മുടെ തിരുമുഖ ഭക്തി റിഫൈൻ ചെയ്യപ്പെടണം. തിരുമുഖ ഭക്തി നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ വീണ്ടും വീണ്ടും സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സഹിക്കാനും ത്യജിക്കാനുമുള്ള നിന്റെ ദാഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഓസ്തിയിൽ തന്റെ തിരുമുഖം പതിപ്പിച്ചു തന്നതെന്ന്. കയ്യടിക്ക് ശക്തിയൊന്നും പോരാ. നമ്മൾ ചോദിക്കില്ലേ, എന്തിനു വേണ്ടിയാണ് ഈ അത്ഭുതം നടന്നത്? അല്ലേ, എന്ത് അത്ഭുതം നടക്കുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്. ഈ അത്ഭുതം നടന്നത് ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കാനും ത്യജിക്കാനുമുള്ള നിന്റെ ദാഹം വർദ്ധിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. 1937 ആദ്യ ചൊവ്വാഴ്ച, ഈശോ 37 ആദ്യ ചൊവ്വാഴ്ച, അത് മിക്കവാറും ഈശോ സംസാരിച്ചിട്ട് പറയാണ്, എന്റെ തിരുമുഖത്തോടുള്ള ഭക്തി എന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിക്ക് കുറവ് വരുത്തും എന്ന് ചില ആത്മാക്കൾ ഭയപ്പെടുന്നു. അതായത് തിരുമുഖ ഭക്തി ഇങ്ങനെ വളർന്നു വന്നപ്പോ ആളുകൾക്കൊരു പേടി. എന്താണ്? ഈ തിരുമുഖ ഭക്തി ഇങ്ങനെ വളർന്നാല് ഈ തിരുഹൃദയ ഭക്തി താഴെ പോവില്ലേ? അങ്ങനെയുണ്ടല്ലോ. ഇപ്പൊ ആളുകൾ വിചാരിക്കുകയാണ്, എല്ലാവരും കൂടി ഇപ്പൊ ഹവിലയിലേക്ക് പോയാല് വിളക്കന്നൂർക്ക് പോകാൻ ആളുണ്ടാവോ? ഓക്കെ, അങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ. എല്ലാവരും കൂടി ആ പള്ളിയിൽ പോയ ഈ പള്ളിയിൽ ആര് പോവും എന്നൊക്കെയുള്ള. കടലിലെ വെള്ളം കോരിയാ തീരോ പ്രിയപ്പെട്ടവരെ? കടലിലെ വെള്ളം വറ്റുമോ? പക്ഷെ ചില ആളുകൾ വിചാരിക്കുന്നത് കടലിലെ വെള്ളം ഇപ്പൊ തീർന്നു പോകുന്നതാണ്. കടലിലെ വെള്ളം തീർന്നു പോകുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഈ ലോകമെന്ന് പറയുന്നത് ഒരു കടലാണ്. എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും ആള് നിറഞ്ഞാലും ഒരു കുറവും ഒരിടത്തും ഉണ്ടാവില്ല. ചില ആളുകൾ ചിന്തിക്കും, അവിടെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഇവിടെ കുറഞ്ഞു പോകും, അതുകൊണ്ട് ഇവിടെ കുറയാതിരിക്കാൻ അവിടെ പോകുന്നത് വിലക്കുക. ഇല്ലേ? അറിയാലോ, ചരിത്രമൊക്കെ അറിയാലോ. അപ്പോൾ കടലിലെ വെള്ളം കോരിയാൽ വറ്റുകയില്ല എന്ന് നമുക്ക്, അതാണ് ഈശോ തന്നെ പറയാണ്, തിരുമുഖത്തോടുള്ള ഭക്തി എന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തിക്ക് കുറവ് വരുത്തുമെന്ന് ചില ആത്മാക്കൾ ഭയപ്പെടുന്നു. അവരോട് പറയുക, തിരുമുഖ ഭക്തി തിരുഹൃദയ ഭക്തിയെ വർദ്ധിപ്പിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യുമെന്ന്. അച്ഛന് ബന്ധിതനായ ഈശോയെ കുറിച്ച് പറഞ്ഞാൽ പോരെ? വിളക്കന്നൂര് തിരുമുഖ ഭക്തിയെ കുറിച്ച് പറഞ്ഞാൽ ഇനി എല്ലാവരും അങ്ങോട്ട് പോകുന്ന അച്ഛന് വേണമെങ്കിൽ അല്ലേ? നിങ്ങളൊരു വളരെ ലോവർ ആയിട്ടുള്ള, വളരെ തറയായിട്ടുള്ള ഒരു മാനുഷിക ചിന്താരീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അല്ലേ? ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഈശോ പറയുകയാണ്, തിരുമുഖ ഭക്തി തിരുഹൃദയ ഭക്തിയെ വർദ്ധിപ്പിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്യും എന്ന്. എന്റെ തിരുമുഖ ധ്യാനം വഴി ആത്മാക്കൾ എന്റെ സഹനത്തിൽ പങ്കുചേരുകയും എന്നെ സ്നേഹിക്കേണ്ടതിന്റെയും പരിഹാരം ചെയ്യേണ്ടതിന്റെയും ആവശ്യം മനസ്സിലാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പലതരം ഉയർത്തി വീശിക്കൊണ്ടെന്ന് പറഞ്ഞ്, തിരുമുഖ ധ്യാനം വഴി ആത്മാക്കൾ എന്റെ സഹനത്തിൽ പങ്കുചേരുകയും എന്നെ സ്നേഹിക്കേണ്ടതിന്റെയും പരിഹാരം ചെയ്യേണ്ടതിന്റെയും ആവശ്യം മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കിട്ടിയോ അച്ഛൻ പറഞ്ഞത്? തിരുമുഖ ഭക്തി വഴി നമുക്ക് എന്ത് കിട്ടുമെന്നാണ് ഈശോ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞ സമ്മാനം കൊടുക്കാം. ആത്മാക്കളെ നേടാൻ വേണ്ടി. ഓക്കെ, വാ.
അച്ഛൻ കൃത്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം, നമുക്ക് കിട്ടിയിട്ടില്ല അത്. ഈശോ പറയാണ്, തിരുമുഖ ധ്യാനം വഴി ആത്മാക്കൾ എന്റെ സഹനത്തിൽ പങ്കുചേരും. അതാണ് ഒന്നാമത്. നമ്മൾ ഈശോയെ നോക്കിയിരിക്കുമ്പോ, ആ തിരുവോസ്തിയിലെ തിരുമുഖത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഈശോയുടെ സഹനത്തിൽ. നമ്മൾ മലയാറ്റൂര് പോകുമ്പോൾ 100 കിലോന്റെ കുരിശെടുക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നത്. ഇവിടെ നിന്ന് ചെരുപ്പിടാതെ മലയാറ്റൂര് വരെ നടക്കുമ്പോൾ മാത്രമല്ല നമ്മൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നത്. ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുകയാണ്. ഓക്കെ, നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുന്നത്. നമ്മൾ മുട്ടുകുത്തി കൈവിരിച്ച് പിടിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ആ തിരുമുഖത്തെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുകയും എന്നെ സ്നേഹിക്കേണ്ടതിൻ്റെയും പരിഹാരം ചെയ്യേണ്ടതിൻ്റെയും ആവശ്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുമുഖത്തെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ഈശോയെ സ്നേഹിക്കണം, പരിഹാരം ചെയ്യണം. എന്ത് മനസ്സിലാവുന്നു? ഈശോയെ സ്നേഹിക്കണം, പരിഹാരം ചെയ്യണം. ഇത് രണ്ടും ആവശ്യമാണ്. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, അച്ഛൻ്റെ അപ്പച്ചൻ ഒരു പരിഹാരം ചെയ്യുമായിരുന്നു. അപ്പച്ചൻ അത്യാവശ്യം ഒരു 93 വരെ വയസ്സല്ല, 1993 വരെ, ഏകദേശം 55-56 വയസ്സൊക്കെ വരെ അപ്പച്ചൻ അത്യാവശ്യം നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. അപ്പച്ചൻ കോട്ടയിൽ ഡിവൈനിൽ ധ്യാനത്തിന് പോയി. അതോടുകൂടി മദ്യപാനവും പുകവലി പിന്നെ ഒരിക്കലും പുകവലിച്ചിട്ടില്ല ജീവിതത്തിൽ. പിന്നെ ഒരു 30 വർഷം അപ്പച്ചൻ പുകവലിക്കില്ലാതെയാണ് ജീവിച്ചത്. പക്ഷേ കുടി നിർത്തിയെങ്കിലും വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയില്ല, ഞാൻ മേടിച്ചു കുടിക്കില്ല, കാശ് കൊടുത്ത് കുടിക്കില്ല, ഫ്രീ ആയിട്ട് കിട്ടിയാൽ കുടിക്കുമെന്ന് പറയുന്നൊരു രീതിയായിരുന്നു. അപ്പോൾ മാസത്തിൽ ഒരെണ്ണമൊക്കെ അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ അപ്പച്ചൻ അമേരിക്കയിലൊക്കെ പോയപ്പോൾ ഫ്ലൈറ്റിലൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ വെറുതെ ഇരിക്കുന്നു, വെറുതെ കിട്ടുന്നു, വെറുതെ കുടിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷെ ഇതൊക്കെ അപ്പച്ചൻ 2010 നിർത്തിയപ്പോൾ ഒരു നിയോഗം എടുത്തു, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ്റെ വായയിൽ കുരുക്കൾ വരുന്നൊരു അസുഖമുണ്ട് അച്ഛന്. 30 കൊല്ലമായിട്ടുണ്ട്. വായ ഇപ്പോഴും പൊട്ടിയിരിക്കുന്നുണ്ട്, ഒരു 5-6 സ്ഥലത്ത് പൊട്ടിയിരിക്കുന്നുണ്ട്. അതാണ് പറയുമ്പോൾ ചില നേരത്ത് ക്ലിയർ ആവാത്തത്. നാവിൽ ഒരു 3-4 കുരുക്കൾ ഇപ്പം തന്നെ ഉണ്ട്. ചുണ്ടിൽ എത്രണ്ണുണ്ട് നെണ്ണി നോക്കിയിട്ട് വേണം. അപ്പോൾ ഇത് മാറാൻ വേണ്ടിയിട്ട് നിയോഗം എടുത്ത് അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഇനി ഒരു വൈൻ പോലും കുടിക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം, അത്യാവശ്യം മദ്യപാനം ഒരു ഇഷ്ടമായിട്ടുള്ള ഒരു ശീലമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ പറയാണ്, ഞാൻ ഇനി ഇത് തൊടുന്നില്ല. നിയോഗം എൻ്റെ അച്ഛനായിട്ടുള്ള വൈദികനായിട്ടുള്ള എൻ്റെ മകൻ്റെ വായയിലെ കുരു മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പച്ചൻ പ്രാർത്ഥിച്ച് ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചൻ ചോദിക്കും, വായയിൽ എങ്ങനെ ഉണ്ട്? അച്ഛൻ പറയും, പഴയ പോലെ തന്നെ ഉണ്ട്, ഇത്തിരി കൂടുതലാണ്. അപ്പച്ചൻ പറയും, ഞാൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ശരി. അപ്പച്ചൻ മരണം വരെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചു. പക്ഷെ എൻ്റെ വായിലെ കുരു മാറിയില്ല. പക്ഷേ അച്ഛൻ വേറെ ആരെങ്കിലും വായയിൽ ഏതെങ്കിലും ഒരു രോഗവുമായിട്ട് വന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് അവരെ സുഖപ്പെടുത്താറുണ്ട് എന്നതാണ് അപ്പച്ചൻ പരിഹാരം ചെയ്തതിൻ്റെ ഗുണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അച്ഛൻ ഒരു കുടുംബം അവരുടെ മകൻ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വന്നു. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചേട്ടൻ ഇപ്പോൾ മദ്യപിക്കുന്ന ഒരാളാണല്ലോ. അതെ, മകൻ അഡ്മിഷൻ കിട്ടുന്ന കാര്യം കർത്താവ് ഏറ്റു. ചേട്ടൻ ഒരു കാര്യം മദ്യപാനം ഉപേക്ഷിക്കുമെന്ന് തീരുമാനമെടുക്കുക, പരിഹാരം മകന് നന്മ ഉണ്ടാകാൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, അഡ്മിഷൻ കൊടുക്കാം. കർത്താവ് ആ കൊച്ചിന് അഡ്മിഷൻ കൊടുത്തു. ഈ ചേട്ടൻ കുടി നിർത്തി ആദ്യം കർത്താവ് അഡ്മിഷൻ കൊടുത്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ചില പരിഹാരം ചെയ്ത്
പ്രാക്ടിക്കലായിട്ട് 2-3 കാര്യങ്ങൾ അച്ഛൻ നമ്മളോട് പറഞ്ഞു തന്ന. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അറിയാം, ഒരു അമ്മയുണ്ട്, ഒരു അവിലേലും ശുശ്രൂഷയിലൊക്കെ പങ്കുചേരുന്ന ഒരു സഹോദരി. ഈ സഹോദരി തീരുമാനമെടുത്തിരിക്കുകയാണ്, മുട്ടയും ഇറച്ചിയും കഴിക്കുന്നില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സഹോദരി ഇറച്ചിയും മുട്ടയും കഴിച്ചിട്ടില്ല. മക്കളുടെ പഠനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു ത്യാഗമെടുത്ത്, ഇത് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, ഇത് കഴിച്ചാൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വയറിനുണ്ടാവുന്നുണ്ടോന്നുമല്ല, ത്യാഗമെടുത്തിരിക്കുകയാണ് മക്കളുടെ പഠനത്തിൻ്റെ പുരോഗതിക്കും വിജയത്തിനും വേണ്ടി ഞാൻ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അത് ഈശോയുടെ പ്രവൃത്തിയോട് ചേർന്ന് പോകുന്ന ഒരു പ്രവൃത്തിയാണ്. അതാണ് എൻ്റെ സഹനത്തിൽ പങ്കുചേരുകയും എന്നെ സ്നേഹിക്കേണ്ടതിൻ്റെയും പരിഹാരം ചെയ്യേണ്ടതിൻ്റെയും ആവശ്യം നമ്മൾ മനസ്സിലാക്കും ഈ തിരുമുഖ ഭക്തിയിലൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ക്ഷീണിച്ചോ? ഇല്ലല്ലോ. അച്ഛന് ഒരു സാക്ഷ്യം പറയാം. കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, എൻ്റെ വലതേ കണ്ണിന് കാഴ്ചയില്ല. അച്ഛൻ പറഞ്ഞു, കണ്ണട വെച്ചിട്ടുണ്ട്, ഇടതേ കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ട്, കണ്ണട വെച്ചാൽ വായിക്കാൻ പറ്റും. അപ്പോൾ വലതേ കണ്ണിന് കാഴ്ചയില്ല. പ്രിയപ്പെട്ടവരെ, അച്ഛനൊരല്പം ഉമിനീരെടുത്തു കൊടുത്തിട്ട് ആ സഹോദരിയോട് കണ്ണിൽ തൂക്കാൻ പറഞ്ഞു. ഈ സഹോദരി അത് കണ്ണിൽ തൂത്തു. കർത്താവ് അവരെ സുഖപ്പെടുത്തി 2 കണ്ണിനും ഒരുപോലെ കാഴ്ചയുള്ള ഒരാളാക്കി മടക്കി വീട്ടിലേക്ക് പോയി. കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്. കർത്താവിൻ്റെ തിരുമുഖം സൗഖ്യം നൽകുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഇന്നലെ വയനാട്ടിൽ നിന്ന്, ചൊവ്വാഴ്ച തന്നെ വയനാട്ടിൽ നിന്ന് വന്നൊരു സഹോദരി പറഞ്ഞ സാക്ഷ്യമുണ്ട്. ഇന്നലെ അവർ വീണ്ടും വന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു. ഈ സഹോദരി കഴിഞ്ഞ 7 വർഷമായി നടുവേദനയായിട്ട് നടക്കാണ്. വയനാട്ടിലുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും, നമുക്കറിയാം, നമുക്കിവിടെ നടുവേദനയാണെങ്കിലും വയനാട്ടിൽ തിരുമാൻ പോകാറുണ്ട്. ഈ സഹോദരി വയനാട്ടിലുള്ള എല്ലായിടത്തും പോയി ചികിത്സിച്ചു. കാര്യം ശരിയായില്ല. കഴിഞ്ഞ 3 വർഷമായി മംഗലാപുരം തേജസ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. 1 മാസം 10,000 രൂപയുടെ മരുന്നാണ് കഴിച്ചാണ് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് മരുന്ന് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല, 3 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. അങ്ങനെ നിങ്ങൾ പോയി കാശായിട്ട് വാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടൊരു ഗ്യാപ്പിലാണ് പ്രിയപ്പെട്ടവർ ഈ സഹോദരി കഴിഞ്ഞ മെയ് മാസത്തിൽ ആവിലയിൽ വരുന്നത്. ആവിലയിൽ വന്ന അന്ന് തന്നെ ഈ സഹോദരി പറയാണ്, എനിക്ക് നടുവേദന, എൻ്റെ കാലിൻ്റെ നഖം വരെ നടുവേദനയാണെന്ന്. അതുപോലത്തെ നടുവേദനയാണ്, അറ്റം വരെ, എവിടെ നഖം വരെ നടുവേദനയായിരിക്കുന്ന അവസ്ഥയിൽ ഈ സഹോദരി വരികയും തുള്ളിച്ചാടാൻ പറ്റുന്ന വിധത്തിൽ സുഖപ്പെട്ട് തിരികെ പോവുകയും ചെയ്തു. അച്ഛൻ പറഞ്ഞു, സാക്ഷ്യം പറയണതിന് മുമ്പ് MRI സ്കാൻ എടുത്തിട്ട് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വേണം സാക്ഷ്യം പറയാൻ, അല്ലാതെ വെറുതെ ഒന്നും സാക്ഷ്യം പറഞ്ഞാൽ ശരിയാവില്ല. 3 ലക്ഷം രൂപ എന്തായാലും സേവായി. ഇനി 2,000 രൂപയല്ലേ, അത് പോയിക്കോട്ടെ, സാക്ഷ്യം പറയാനായിട്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു വിട്ടു. ഇവര് വീണ്ടും തേജസ്വിനി ആശുപത്രിയിൽ പോയി 500 രൂപ ഡോക്ടറെ കാണാനുള്ള ഫീസ് 500 രൂപ അടച്ചിട്ട് ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്നു. ഇവർ പറഞ്ഞു, എനിക്കിപ്പോൾ വേദനയൊന്നുമില്ല, എനിക്കൊരു MRI സ്കാൻ എടുക്കണം, സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇവരെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊരു MRI സ്കാൻ എടുക്കേണ്ട, ഒരു എക്സ്റേ എടുക്കേണ്ട, നിങ്ങൾ സുഖപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് 500 രൂപ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇവർ എടുത്ത 500 രൂപയും തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, വേഗം സ്ഥലം കാലിയാക്കിക്കോളാൻ പറഞ്ഞു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. 3 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ എത്ര മാസം കിടക്കേണ്ടി വരും, എപ്പോൾ എഴുന്നേറ്റ് നടക്കും എന്നൊന്നും ആർക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു. പൊക്കിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് കയറി വന്ന ആള് തുള്ളിച്ചാടി പുറത്തേക്ക് ഇറങ്ങി
നടന്നോടിപ്പോയി. കർത്താവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നൂറുകണക്കിന് അത്ഭുതങ്ങൾ, ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ പറയാനും കേൾക്കാനും പറഞ്ഞു തീരാത്തതൊക്കെ ഇങ്ങനെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ഭാഗ്യമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇതൊക്കെ കാണാനും, അച്ഛൻ്റെ ഭാഗ്യം എന്താണ് ഇത് കാണാനും കേൾക്കാനും, നിങ്ങളുടെ ഭാഗ്യം എന്താണ് ഇത് കേൾക്കാനും പറയാനും ഒക്കെയുള്ളൊരു ഭാഗ്യം നമ്മുടെ വിൻസൻ ചേട്ടൻ അല്ലേ? വിൻസൻ ചേട്ടൻ ഇപ്പോൾ ഒരു സാക്ഷി നമ്മോട് പറഞ്ഞേ. കഴിഞ്ഞ ജൂലൈ മാസം 22-ാം തീയതിയിലത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒരു ഓപ്പറേഷന് പോകാൻ വേണ്ടിയിട്ട് ഇരുന്നേച്ചതാണ് ചേട്ടൻ. നമ്മുടെ ക്യാമറ ചേട്ടൻ ഉണ്ടെങ്കിൽ ക്യാമറ ഒന്ന് തിരിച്ചു നോക്ക്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ഒരു മാസക്കാലം മിച്ചമായി എൻ്റെ ഈ വലത്തുവശത്തെ മോണയുടെ മൊത്തം അണപ്പല്ലുകൾക്ക് പെയിനായി. അപ്പോൾ അത് മൊത്തം അണപ്പല്ലുകളും എടുത്തു മാറ്റണമെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തു. അങ്ങനെ സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 23-ാം തീയതി നമ്മുടെ ഇവിടുത്തെ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട റാഫ്റ്ററച്ഛന് നമ്മുടെ ജൂബിലിയുടെ തിരി തെളിയിക്കലും പ്രോഗ്രാമൊക്കെ നടന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം പല്ലെല്ലാം പറിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രോഗ്രാമിന് നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ഉത്തരവാദിത്വം അങ്ങനെയാണല്ലോ നമ്മുടെ സബ്സോണിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഏതായാലും പ്രോഗ്രാം കഴിഞ്ഞ ശേഷം പഠിക്കാം, എന്നാലേ വിശ്രമിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തോട്ടങ്ങ് പോകുമ്പോൾ അച്ഛൻ ഇങ്ങനെ മെസ്സേജ് പറയുന്നു. ഓരോരുത്തർ അത്ഭുതം. ഇതിപ്പോൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, സുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ പറയുകയാണ്, ഒരു മകൻ്റെ വലത്തുവശത്തെ അണപ്പല്ലുകൾ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. അത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അച്ഛനെ പറഞ്ഞ ശേഷം എനിക്ക് പെയിനില്ല. പിന്നെ നോക്കുമ്പോൾ ഡോക്ടറെ അടുത്ത് കഴിഞ്ഞപ്പം പല്ലൊന്നും പറിക്കണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. കരമടിച്ച് എത്ര പല്ല് പറിക്കണ്ട പറഞ്ഞു? മൊത്തം ഈ മേളിത്തെ മൊത്തം അണപ്പല്ല് പറിക്കണം, മൊത്തം അണപ്പല്ല് പറിക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കേടാണ് എന്നിങ്ങനെ പറഞ്ഞു. യേശുവേ, കർത്താവേ, കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ഈശോ സിസ്റ്റർ മേരി പിയേറിനക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു. ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് അവളോട് പറഞ്ഞു, ഞാൻ എത്രമാത്രം സഹിക്കുന്നു എന്ന് നീ കാണുന്നുണ്ടോ? ഈശോ കുർബാനയായി തീരാൻ, നമുക്ക് ഈശോ കുർബാനയായി ആ വില കൂടിയ അരുളിക്കയില് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഈശോ എത്രമാത്രം കുർബാനയായി തീരാൻ സഹിച്ചു എന്ന് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. ഈശോ അവളോട് പറഞ്ഞു, ഞാൻ എത്രമാത്രം സഹിക്കുന്നുവെന്ന് നീ കാണുന്നുണ്ടോ? എങ്കിലും വളരെ കുറച്ചു പേർ മാത്രമേ എന്നെ മനസ്സിലാക്കുന്നുള്ളൂ. എന്നെ സ്നേഹിക്കുന്നു എന്ന് പുറമേ പറയുന്നവരും വളരെ നന്ദിയില്ലാത്തവരാണ്. ഒന്നും കൂടി അച്ഛൻ പറയാം. എന്നെ സ്നേഹിക്കുന്നുവെന്ന് പുറമേ പറയുന്നവരും വളരെ എന്തില്ലാത്തവരാണ്? ഇത്തിരി സ്വരത്തിൽ പറഞ്ഞ് എന്തില്ലാത്തവരാണ്? പുറമേ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും യഥാർത്ഥത്തിൽ വളരെ നിങ്ങളൊന്ന് ഉറക്കെ പറഞ്ഞു. നമ്മളുടെ നന്ദികേടൊന്ന് വിട്ടുപോട്ടെ. അകമേ എന്തില്ലാത്തവരാണ്? നന്ദിയില്ലാത്തവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. Those who say they love are very ungrateful. അവര് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ പ്രത്യേകിച്ച് നന്ദിയൊന്നുമില്ല. എന്റെ സ്നേഹത്തിന്റെ ദൃശ്യമായ അടയാളമായി ഞാൻ നൽകിയതുപോലെ എന്റെ തിരുമുഖം ദൃശ്യമായ അടയാളമായി ഞാൻ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ സ്നേഹത്തിന്റെ ദൃശ്യമായ അടയാളമാണ്. അങ്ങനെ തിരുഹൃദയം ദൃശ്യമായ അടയാളമായി നൽകിയതുപോലെ എന്റെ തിരുമുഖം എന്റെ വേദനകളുടെ, മനുഷ്യന്റെ പാപങ്ങളെ ഓർത്തുള്ള എന്റെ വേദനയുടെ ദൃശ്യമായ അടയാളമായി ഞാൻ നൽകുന്നു. ശ്രദ്ധിക്കണം, അച്ഛൻ ആവർത്തിച്ച് പറയാം.
കിട്ടിയിട്ടില്ല. ഈശോയുടെ തിരുഹൃദയം എന്തിന്റെ അടയാളമാണ്? സ്നേഹത്തിന്റെ അടയാളമാണ്. ക്ലിയർ ഇല്ലേ? ഹൃദയം എപ്പോഴും എന്തിന്റെ അടയാളമാണ്? അല്ലെ, ലവ് ചിഹ്നം എന്തിന്റെ അടയാളമാണ്? ലവിന്റെ അടയാളമാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം ഈശോയ്ക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി ഈശോ നൽകിയതുപോലെ തിരുമുഖം എന്തിന്റെ അടയാളമാണ്? അതാണ് ഈശോ പറയാണ്, മനുഷ്യന്റെ പാപങ്ങളെ ഓർത്തുള്ള എന്റെ വേദനകളുടെ അടയാളമാണ്. ആവർത്തിക്കാച്ചൻ, ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ സ്നേഹത്തിന്റെ അടയാളമാണ്, നോ ഡൗട്ട്. തിരുമുഖം എന്തിന്റെ അടയാളമാണ്? മനുഷ്യന്റെ പാപങ്ങളെ ഓർത്തുള്ള എന്റെ വേദനകളുടെ ദൃശ്യമായ അടയാളമാണെന്ന്. അപ്പോൾ നമ്മുടെ വിളക്കന്നൂര് തിരുവോസ്തിയിൽ തിരുമുഖം പതിഞ്ഞത് എന്തിന്റെ അടയാളമായിട്ടാണ്? നമ്മുടെ പാപങ്ങളെ ഓർത്തുള്ള ഈശോയുടെ വേദനകളുടെ അടയാളമായിട്ടാണെന്ന്. നമ്മുടെ എന്തെങ്കിലും പുണ്യങ്ങൾക്ക് സമ്മാനം തരാനല്ല ഈ തിരുമുഖത്തിന്റെ അത്ഭുതമുണ്ടായതെന്ന്. അല്ലേ? നമുക്കൊക്കെ അഭിമാനമാണ് അല്ലേ? നമ്മുടെ നാട്ടില്, നമ്മുടെ ഇടവകയില്, നമ്മുടെ ദേശത്ത് ദിവ്യകാരുണ്യ അത്ഭുതം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പാപങ്ങളെ ഓർത്ത്, മനുഷ്യന്റെ പാപങ്ങളെ ഓർത്തുള്ള വേദനകളുടെ ദൃശ്യമായ അടയാളം. അപ്പൊ എന്തിനാണ് ഇവിടെ ഈ അത്ഭുതം ഉണ്ടായതെന്നാണ് അച്ഛൻ്റെ ഒരു സംശയം. അല്ല, ഇത് വേറെ എവിടെയെങ്കിലും ആയിരുന്നാ പോരായിരുന്ന? എന്തിനാണിത് ഇവിടെ തന്നെ? അപ്പൊ നമ്മൾ ആരെക്കാളും എന്തുള്ളവരാണ്? ഇത്തിരിയും കൂടി ഒന്ന് സ്വരത്തിൽ പറയാം, ഓൺലൈനിൽ പിടിക്കുന്നില്ല. മൈക്ക് പിടിക്കട്ടെ. നമ്മൾ വേറെ ആരെക്കാളും പാപമുള്ളവരാണ്. നമ്മെ ഓർത്ത് ദൈവം വേറെ ആരെക്കാളും വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ അത് സംഭവിച്ചത്. ഇത് നിങ്ങളോട് ആരും പറഞ്ഞു തന്നില്ല ഇതുവരെ? ഇനി അങ്ങോട്ട് പോകുമ്പോ തലയെ മുണ്ടിട്ട് പോയാൽ മതി. ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ നമ്മോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി ഞാൻ നൽകിയതുപോലെ എന്റെ തിരുമുഖം മനുഷ്യന്റെ പാപങ്ങളെ ഓർത്തുള്ള എന്റെ വേദനയുടെ ദൃശ്യമായ അടയാളമായി ഞാൻ നൽകുന്നു. അച്ഛൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 3 പാപങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ അറിയാം. എന്തൊക്കെയാണ്? ദൈവനിഷേധവും, ദൈവദൂഷണവും, വിശുദ്ധമായ ദിനങ്ങളുടെ അശുദ്ധമായ ആചരണവും. നിങ്ങളൊരു കാര്യം തീരുമാനിച്ചോ? അടുത്ത ഇടവക തിരുനാളിനെ ഒരു മദ്യവും വേണ്ടെന്ന് തീരുമാനിക്കും, അല്ലെങ്കിൽ തിരുമുഖം വീണ്ടും പ്രത്യക്ഷപ്പെടും. തിരുമുഖം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മനുഷ്യന്റെ പാപങ്ങളെ ഓർത്തുള്ള അവിടുത്തെ വേദനയുടെ ദൃശ്യമായ അടയാളമായിട്ടാണ്. യെസ്, ആഷ് വെനസ്ഡേക്ക് ഈശോ തന്നെ പറയാണ്, ആഷ് വെനസ്ഡേക്ക് മുമ്പുള്ള ചൊവ്വാഴ്ച എന്റെ തിരുമുഖത്തിന്റെ തിരുനാൾ 9 ദിവസത്തെ നൊവേനയോടുകൂടെ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസികൾ എന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് എന്നോടൊപ്പം പരിഹാരം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഓ എന്റെ മാധുര്യമുള്ള ഈശോയുടെ തിരുമുഖമേ,
അങ്ങയുടെ മഹത്തായ സ്നേഹത്തിലും വലിയ ദുഃഖത്തിലും പങ്കുചേരാനും ദൈവഹിതം പൂർത്തിയാക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഓ എന്റെ മാധുര്യമുള്ള ഈശോയുടെ തിരുമുഖമേ, അങ്ങയുടെ മഹത്തായ സ്നേഹത്തിലും വലിയ ദുഃഖത്തിലും പങ്കുചേരാനും ദൈവഹിതം പൂർത്തിയാക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഓ എന്റെ മാധുര്യമുള്ള ഈശോയുടെ തിരുമുഖമേ, അങ്ങയുടെ മഹത്തായ സ്നേഹത്തിലും വലിയ ദുഃഖത്തിലും പങ്കുചേരാനും ദൈവഹിതം പൂർത്തിയാക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ഓ എന്റെ മാധുര്യമുള്ള ഈശോയേ, അങ്ങയുടെ തിരുമുഖത്ത് നിന്ന് പുറപ്പെടുന്ന വെളിച്ചം അജ്ഞതയുടെയും അപരാധങ്ങളുടെയും അന്ധകാരമകറ്റുകയും പുരോഹിതരുടെ വിശുദ്ധിയുടെ ദീപമായി വെളിച്ചമായി നിൽക്കുകയും ചെയ്യണമേ. ഇത് അച്ഛന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എന്താണ്? ഈശോയുടെ തിരുമുഖത്ത് നിന്ന് പുറപ്പെടുന്ന വെളിച്ചം അജ്ഞതയുടെയും അപരാധങ്ങളുടെയും അന്ധകാരം അകറ്റുകയും. നമുക്ക് എന്തൊക്കെയുണ്ട്? അജ്ഞതയുണ്ട്, ഇല്ലേ? അപരാധങ്ങളുണ്ട്. അജ്ഞതയും അപരാധങ്ങളും, അജ്ഞതയുടെയും അപരാധങ്ങളുടെയും അന്ധകാരം അന്തരാത്മാവിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. എന്നിട്ട് പ്രാർത്ഥിക്കാണ്, പുരോഹിതരുടെ വിശുദ്ധിയുടെ ദീപമായി വെളിച്ചമായി നിൽക്കണമേ. ഓ ദിവ്യകാരുണ്യമേ, ഈശോയുടെ തിരുമുഖമേ, പുരോഹിതരുടെ വിശുദ്ധിയുടെ ദീപമായി നിൽക്കണമേ. ഒന്ന് പറഞ്ഞേ, ഓ എന്റെ ഈശോയുടെ തിരുമുഖമേ, പുരോഹിതരുടെ വിശുദ്ധിയുടെ ദീപമായി നിൽക്കണമേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത്രയുമാണ് തിരുമുഖത്തെക്കുറിച്ച് വചനത്തിൽ നിന്നല്ലാത്ത കുറെ കാര്യങ്ങൾ, വിശുദ്ധരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് അച്ഛന് പറയാനുള്ളത്. നമുക്ക് സമാപന ആരാധനയിലേക്ക് പ്രവേശിക്കാം.